അർബൻ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള എക്സാം എഴുതി. എന്നിട്ട് അതിന് ക്വാളിഫൈ ആയി. ഞങ്ങൾക്ക് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കോളേജിന്റെ പ്രിഫറൻസ് ഇടാൻ പറഞ്ഞു. 4 ഇട്ടു ഞാൻ. അപ്പൊ എനിക്ക് SPA കിട്ടി. SPA ഡൽഹി, വിജയവാഡ ആൻഡ് ഭോപ്പാൽ, പിന്നെ മൗലാന ആസാദ് ഭോപ്പാൽ തന്നെ. അപ്പം ഈ 4 കോളേജസിന്റെ പ്രിഫറൻസ് ആണ് കിട്ടിയത്. സാർ, എനിക്ക് അറിയേണ്ട എന്താന്ന് വെച്ചാൽ ഈ ബി പ്ലാനിങ്ങിന് ഇനി ഫ്യൂച്ചറിൽ സ്കോപ്പ് ഉണ്ടോ? അത് ഇനി എനിക്ക് കൺഫ്യൂസ്ഡ് ആണ്, എടുക്കണോ വേണ്ടയോ എന്നുള്ള രീതിക്ക്. എന്താണ് ആവശ്യം? ജീവിതത്തിൽ എന്താവാനാണ് താല്പര്യം? സാർ, സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ല, ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ എന്തെങ്കിലും മനസ്സിൽ. സാർ, എനിക്കും ഇവരൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്നത് എന്തിലാണ്? അർബൻ പ്ലാനിംഗ് ആണോ? അത് ഞാനിപ്പോ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ബി പ്ലാനിങ്ങിന് ശേഷം എം പ്ലാനിങ് നമുക്ക് എടുക്കാം. അതില് ഏതിലെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യാൻ ഞാൻ നോക്കിയപ്പോ എനിക്ക് അർബൻ പ്ലാനിങ് ആണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിയത്. ഇയാള് വരയ്ക്കോ നന്നായിട്ട്? വരയ്ക്കും. ആർക്കിടെക്ചർ ജനറലി ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ക്രിയേറ്റീവ് ആണ്. ഞാൻ വരയ്ക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ആയിട്ട് വലിയ നോളജ് ഇല്ല ആർക്കിടെക്ചറിൽ. അല്ല, പിന്നെ എങ്ങനെയായി ബി പ്ലാനിങ്ങിന് അപ്ലൈ വന്നത്? ആഗ്രഹം വന്നതല്ല, ചുമ്മാ ആ സമയം തോന്നി അങ്ങനെ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. വേറെ അങ്ങനെ ബി ആർക്കിനുള്ള എൻട്രൻസ് ഒന്നും എഴുതിയിട്ടില്ലേ? നാറ്റ എഴുതി. എന്നിട്ടോ? നാറ്റയിൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ 90 ഉണ്ട്. ഇനി സെക്കൻഡ് അറ്റംപ്റ്റ് കൊടുക്കണോ വേണ്ടോന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ ചോദിച്ചവരെല്ലാം ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഒക്കെ പറഞ്ഞത് എടുക്കണ്ട, അതിന് സ്കോപ്പ് ഇല്ല എന്നുള്ള രീതിക്കൊക്കെയാണോ? അല്ല, ശരിക്ക് ഈ സാധാരണഗതിയിലൊക്കെ ആർക്കിടെക്ചറോ സിവിൽ എഞ്ചിനീയറിങ്ങോ കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസേഷൻ ലെവലിൽ ഗ്രാജുവേഷനോ അല്ല പോസ്റ്റ് ഗ്രാജുവേഷനോ ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യുന്നതാണ് സാധാരണ പണ്ട് അർബൻ പ്ലാനിങ്ങും ടൗൺ പ്ലാനിങ്ങും ഒക്കെ ആയിട്ട് പോകാറുള്ളത്. അപ്പോൾ ഓരോരാളും ഈ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിക്കുന്ന സമയത്ത് ഒരു ജോലിയും കിട്ടാതെ മൂലക്കിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവരതേ പറയുള്ളൂ. ഏത് സബ്ജക്റ്റ് നോക്കിയാലും അതിനകത്ത് പഠിച്ചിട്ട് ജോലി കിട്ടാത്ത കുറേ പേരെ നമ്മൾ കാണും. കാരണം 100 പേരിൽ 4 പേർക്കാണ് നാച്ചുറലി ഇന്നത്തെ സ്ഥിതിയിൽ ഏറ്റവും നല്ല ഡിമാൻഡ് എന്ന് പറയുന്ന കോഴ്സിൽ പോലും ജോലി കിട്ടുന്നത്. അതല്ല സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കേണ്ടത്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, എൻ്റെ പാത്ത് ഇന്ന ജോലിയിലേക്കാണ് എനിക്ക് പോകേണ്ടത്, ആ പോകുന്ന പ്ലാനിലേക്ക്. ഇപ്പം നമ്മളിപ്പോൾ എല്ലായിടത്തും നടക്കുന്നത് ഹൈവേ വരുന്നു, ഓവർ ബ്രിഡ്ജ് വരുന്നു, മെട്രോ വരുന്നു. ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അടുത്ത 10-20 വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ ഓരോ ദിവസവും വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂജാണ്. അപ്പൊ ഇത് പഠിച്ച ആൾക്കാണോ കിട്ടുന്നത്, പഠിച്ച ആളാണോ ചെയ്യണമെന്ന് വെച്ചാൽ അല്ല എന്നാണ് ആൻസർ. അല്ല, ഈ കോഴ്സൊക്കെ വന്നിട്ട് അതിൽ ഒരു എക്സ്പെർട്ടായിട്ട് അതിൽ ജോലി ചെയ്യുന്നവരെ ഇന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അത്രയല്ലേ കാലമായിട്ടുള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഡെവലപ്മെന്റ് ചെയ്തവരൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ അത് ആർക്കിടെക്ചർ പഠിച്ചവരും സാധാരണ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരും ഒക്കെയാണ്. മെട്രോ അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ചെയ്തവരൊന്നും അല്ല ഇന്ന് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ബേസിക് ആയിട്ട് പഠിച്ച് എഞ്ചിനീയറിംഗിൽ സിവിൽ എഞ്ചിനീയറിംഗോ ആർക്കിടെക്ചറോ പഠിച്ചവരാണ് ഇതിനകത്തൊക്കെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ ഗ്രാജുവേഷൻ ലെവലിൽ അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാമിന് ഒരാൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താണ് ആ ഒരു കാരണം എന്ന് ചോദിച്ചത്. അപ്പോൾ നിങ്ങളുടെ ജനറൽ സാധാരണ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിലൊരു സ്പെഷ്യലൈസേഷൻ എനിക്ക് ഇഷ്ടമാണെന്ന് തീരുമാനിച്ചിട്ട് പോകുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അത് കൃത്യമായി അറിഞ്ഞ് എൻ്റെ പാത്ത് ഇന്നതാണെന്ന് തീരുമാനിക്കണം. അങ്ങനെയാണ് വേണ്ടത്. ഇപ്പൊ പ്ലാനിങ് അറിയുന്ന ഒരാൾക്ക് എക്സിക്യൂഷൻ എന്തായാലും കുറച്ചറിയണം. അതിൻ്റെ ബഡ്ജറ്റ് അറിയണം, അതിൻ്റെ ഫിനാൻഷ്യൽ മാറ്റർ അറിയണം, അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അറിയണം. ഇപ്പം ഞാൻ വലിയൊരു മെട്രോ പ്ലാൻ ചെയ്യുമ്പോൾ
ആ മെട്രോ റൺ ചെയ്താൽ അതിന് ഫിനാൻഷ്യലി വയബിൾ ആണോ, ആ പ്രോജക്റ്റ് പോസിബിൾ ആണോ, അതിൽ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്താൽ അത് തിരിച്ചു കിട്ടുമോ, ഇതൊക്കെ അറിയുന്നത് പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. എത്ര കാലം വേണം, ആ കാലം വരുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന മെഷീനറീസ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആവുമോ, ഈ സംഭവങ്ങളൊക്കെ വളരെ വൈഡറായിട്ട് പഠിക്കുന്ന ഒരു പിന്നെ സംഭവമാവും. ഞാൻ സിലബസ് നോക്കിയിട്ടില്ല, എൻ്റെ ജനറൽ നോളജ് വെച്ച് ഞാൻ പറയുന്നതാണ്. അങ്ങനെ ആവണം ബി പ്ലാനിങ്. അപ്പോൾ ആ സിലബസ് നോക്കുക, ഇതൊക്കെയാണോ, അതെനിക്ക് ഗുണമുള്ളതാണോ എന്നൊക്കെ അറിയാം. ഇപ്പം ഞാനിപ്പോൾ ഒരു സ്കൂൾ തുടങ്ങുന്നതാണ് എൻ്റെ പ്ലാൻ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നല്ല മാഷന്മാരെ കിട്ടുമോ, നല്ല പിള്ളേരെ കിട്ടുമോ, അവിടത്തേക്കുള്ള ട്രാൻസ്പോർട്ട് ഉണ്ടോ, അവൻ്റെ ബിൽഡിംഗ് പണിതാൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര കിട്ടും എന്നൊക്കെ അറിയുന്നതാണ് ഞാൻ അറിയേണ്ടത്. അപ്പോൾ എല്ലാ പ്ലാനിങ്ങിലും, എന്ത് പ്ലാനിങ് ആയാലും ഇതൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെങ്കിലും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പഠിക്കണ്ടേ. അപ്പോൾ മോക്ക് അറിയണം, ഞാൻ ഇത്രയും 4 വർഷം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവുമോ. അപ്പോൾ വേറെന്താ ഓപ്ഷൻ ഉള്ളത് ഇതല്ലാതെ? ഇതല്ലാണ്ട് ഞാൻ കീമിൽ എഴുതിയിട്ടുണ്ട്, എഞ്ചിനീയറിംഗിനും ഫാർമസിയും, പിന്നെ നാട്ട് എഴുതി, അങ്ങനെ കുറച്ച് എൻട്രൻസ് എക്സാംസ് എഴുതിയിട്ടുണ്ട്. അല്ല, ജീവിതത്തിൽ എന്താവാനാണ് ആഗ്രഹം, എവിടെ എത്താനാണ് ആഗ്രഹം എന്ന് കൃത്യമായിട്ട് പറയാം. എന്നിട്ട് വേണം, എൻ്റെ വീഡിയോ കണ്ടിട്ടാവുമല്ലോ എന്നെ കോണ്ടാക്ട് ചെയ്തത്. അപ്പം ഞാൻ സാധാരണ പറയുന്നത് എന്ത് പഠിക്കുന്നു എന്നുള്ളതല്ല അറിയേണ്ടത്. പണ്ട് കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നില്ല. നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് +1 +2 കഴിഞ്ഞു, ഗ്രാജുവേഷൻ ചേർന്നു, ജീവിതത്തിൽ എന്ത് ജോലിയോ എന്ത് കിട്ടിയാലും കുഴപ്പമില്ല. ഇന്ന് അങ്ങനെയല്ലല്ലോ. നമുക്ക് ഇന്ന പാത്തിലൂടെ പോയാൽ ഇന്നടുത്തെത്താം എന്ന് കൃത്യമായിട്ട് അറിയാം. ആ പാത്ത് തീരുമാനിക്കുന്നത് എനിക്ക് എവിടെ എത്തണം എന്ന് അനുസരിച്ചിട്ടാണ്. അപ്പോൾ വാട്ട് യു വാണ്ട് ടു ബി ഇൻ യുവർ ലൈഫ്, അതാണ് അത്യാവശ്യമായിട്ട് അറിയേണ്ടത്. സർ, എനിക്ക് അത്യാവശ്യം ജോലി വൈസാണ് നോക്കുന്നതെങ്കിൽ കുറച്ച് ഡെസ്ക് ജോബ് എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ഒരിടത്ത് കൺഫൈൻഡ് ആയിട്ട് ഞാൻ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇഷ്ടമല്ലാത്ത ഭക്ഷണത്തെ കുറിച്ച് പറയണോ, ഇഷ്ടമുള്ളതിനെ കുറിച്ച് പറയണോ? അതെ, അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇനി ആ ചോദ്യം ആര് ചോദിച്ചാലും എനിക്ക് എന്താണ് ഇഷ്ടം, ഓപ്ഷൻ നമ്പർ 1 ഇത്, ഓപ്ഷൻ നമ്പർ 2 ഇത്, ഓപ്ഷൻ നമ്പർ 3 ഇത്, ഇവിടത്തേക്ക് എത്താൻ ഇതാണ് എൻ്റെ വഴി, ഇവിടത്തേക്ക് എത്താൻ ഇതാണ് എൻ്റെ വഴി, ഇവിടത്തേക്ക് എത്താൻ ഇതാണ് എൻ്റെ വഴി, അങ്ങനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാം. അതല്ലേ പ്ലാനിങ്. അപ്പൊ സാർ, എനിക്ക് കൂടുതലും ഇങ്ങനെ ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്തുള്ള ജോലികളാണ് എനിക്ക് താല്പര്യം. ആ താല്പര്യമുള്ള ആളാണോ ഈ ഇന്ററാക്ഷനിൽ ഫേസ് കാണിക്കാൻ പറ്റില്ല എന്ന് പറയേണ്ടത്? പർദ്ദ, ഞാൻ ചോദിക്കുന്നത്, പർദ്ദ ഇട്ടിട്ടാണോ നാളെ ജോലി ചെയ്യാൻ പോണത്? ഞാൻ ചോദിക്കുന്നത് മിനിമം ഒരു നമ്മളൊരാളുടെ ഇപ്പം പ്ലാനിങ് എന്ന് പറഞ്ഞു അതില്ല, ഇന്ററാക്ട് ചെയ്യാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞു, ആ ഇന്ററാക്ഷനിൽ മുഖം കാണിക്കാൻ പറ്റില്ല. ഒരു ക്ലാരിറ്റി വേണ്ടേ നമുക്ക് ഒരു കാര്യത്തിൽ. അത്രയും മോശമുള്ളൊരു മുഖമാണെങ്കിൽ ശരി പറയൂ. ഞാൻ ഇതൊന്നും അല്ല ചോദിക്കുന്നത്, ഞാൻ ഐ ആം ജസ്റ്റ് ആസ്കിങ്. എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ചോദ്യം. ഇപ്പം നമ്മൾ കുറേ പേരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോരാളും പറയുന്നത് കേട്ടിട്ട് നമ്മൾ ആ കേട്ടിട്ടുള്ളത് വെച്ചിട്ടല്ലേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഒരാളെ. ചിലരെ കേട്ടിട്ട് പറ്റാത്തതുകൊണ്ട് കണ്ടിട്ട് പറ്റും. മനസ്സിലായോ? നമ്മളൊരു 100 പേരോട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവസാനം അവരോട് ചോദിക്കും ഇത് ഇടാമോ, യൂട്യൂബിൽ ഇടാം എന്ന് പറയുമ്പോൾ ഇടും. എൻ്റെ മുഖം കാണരുത്. ഞാൻ ഡിസ്കസ് ചെയ്യുന്നതിൽ കുറേ യൂട്യൂബ് കണ്ടാൽ എൻ്റെ മുഖം മാത്രമേ ഉള്ളൂ. കാരണം എന്താ, അവർ പറയും ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് എഡിറ്റ് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്തിട്ട് കളയും. പക്ഷെ നമുക്കൊരാളോട് സംസാരിക്കുമ്പോൾ ഇപ്പം യു കുഡ് ഇമാജിൻ ദാറ്റ് ടു ഹും യു ആർ സ്പീക്കിംഗ് ബിക്കോസ് യു ഹാവ് സീൻ മീ ഓൺ യൂട്യൂബ്, ആണോ അല്ലയോ? എനിക്ക് സംസാരിക്കുന്ന ഒരാളുടെ മുഖം കാണാതെ സംസാരിക്കുമ്പോൾ the clarity will become much less. Leave it. ഞാൻ അതിനു വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഞാൻ പറയുന്നത് സോഷ്യൽ ഇന്ററാക്ഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ പറഞ്ഞതാണ്. അത് ഇഷ്ടമുള്ള വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലായി? നമ്പർ 1 അതൊന്നും അല്ല എനിക്കറിയേണ്ടത്. ഇതിന്റെ പാരാമീറ്റേഴ്സ് അല്ല ഞാൻ ചോദിച്ചത്. എന്ത് ജോലിയാണ് ഇഷ്ടം,
എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന ജോലിയാണ് ഇഷ്ടം. ഇപ്പം സോഷ്യൽ ഇൻട്രാക്ഷൻ ഉള്ള ജോലി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സോഷ്യൽ ഇൻട്രാക്ഷൻ ഉള്ള ഒരു ജോലി, അല്ലെങ്കിൽ ആൾക്കാരുടെ മുഖത്ത് നോക്കി നിൽക്കുന്ന ജോലിയാണ് ട്രാഫിക് പോലീസ്. അവിടെ നിന്നിട്ട് എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. പോസ്റ്റ്മാനും എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അയാൾ എല്ലായിടത്തും നടന്നിട്ടാണ് ചെയ്യുക, മറ്റേ ആൾ നിന്നിട്ടാണ് ചെയ്യുക. ഫേഷ്യൽ ചെയ്യുന്ന ഒരാൾ അവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് ചെയ്യുക. ബാർബർ തലയിൽ നോക്കിയിട്ടാണ് ചെയ്യുക. മാഷന്മാർ കുറേ കുട്ടികളുടെ മുഖം നോക്കിയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ഏറ്റവും നല്ല ജോലി എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. അതിനേക്കാളും ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ജോലിയാണ് ഓരോരാളുടെ മുമ്പിലും കൈനീട്ടി പോകേണ്ട ജോലിയാണ് പൊളിറ്റിക്സ്. വോട്ട് കൈനീട്ടി മേടിക്കണമല്ലോ. എല്ലാത്തിലും ഇതുണ്ട്. അങ്ങനെയല്ല, എനിക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് ക്ലയൻസുമായിട്ട് മീറ്റ് ചെയ്ത് എനിക്ക് അവരുടെ ഒപ്പീനിയൻസ് എടുക്കണം, അവർക്ക് എന്താണ് അവർ ഞങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണമെന്നൊക്കെ അറിയണം, അങ്ങനത്തെ ഒരു ടൈപ്പ്. അത് ശരിക്കും ജേർണലിസവും റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റും മാർക്കറ്റിങ്ങുമാണ്. പക്ഷെ മാർക്കറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം ഞാൻ MBA ഒക്കെ പഠിപ്പിച്ചൊരു മാഷാണ്. മാർക്കറ്റിംഗ് ഇഷ്ടമാണ്, അവരുടെ ബിഹേവിയർ പാറ്റേൺ പഠിക്കുന്നത് ഇഷ്ടമാണ്, ഇൻട്രാക്ഷൻ ഇഷ്ടമാണ്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നല്ലൊരു സ്പെഷ്യലൈസേഷനാണ്. പക്ഷേ സാധാരണ അതൊരു ടെക്നിക്കൽ സബ്ജക്റ്റിന് ശേഷം ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ സബ്ജക്റ്റ് എന്താണ് പഠിക്കേണ്ടത്? സാർ അവിടെയാണ് എനിക്ക് കൺഫ്യൂഷൻ. എനിക്ക് അറിയാം, എനിക്ക് ഇപ്പൊ PG ലെവലിലോട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് MBA എടുത്ത് പോകണമെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് UGക്ക് എന്ത് ചെയ്യണമെന്നാണ് എനിക്കറിയാം. അത് ഏതെങ്കിലും ടെക്നിക്കൽ സബ്ജക്റ്റ് പഠിക്കുക. അപ്പൊ സാർ ഇത് പിന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ട് തരത്തിലുള്ള ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് വരും. രണ്ട് തരത്തിലുള്ള ഇൻട്രാക്ഷൻ വരും. ഒന്ന്, നമ്മൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആകുമ്പം അവരുടെ അടുത്തേക്ക് പോയിട്ട് നമ്മുടെ കാര്യം സെയിൽ ചെയ്യാൻ നോക്കും. ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന കളക്ടർ എവിടെ പോയിരുന്നാലും അയാളുടെ അടുത്ത് കുറേ പേര് വരും. നമ്പർ 2, പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് ആദ്യം കുറേ കാലം കുറേ ആൾക്കാരെ കാണാൻ അങ്ങോട്ട് പോകണം. കുറേ വളർന്നു വരുമ്പോൾ അയാളെ കാണാൻ കുറേ പേര് ഇങ്ങോട്ട് വരും. ഇതിലെല്ലാത്തിലും വ്യത്യസ്ത തലങ്ങളിൽ ഇൻട്രാക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് ഏത് ലെവലിലാണ് നമ്മൾ എത്തേണ്ടത് എന്ന് നമ്മളാ തീരുമാനിക്കുക. ഇപ്പൊ ഞാൻ കുറേ സ്ഥലത്ത് നടന്ന് കോളേജുകളിലും സ്കൂളുകളിലും ടീച്ചേഴ്സിനെയും പാരന്റ്സിനെയും സ്റ്റുഡൻസിനെയും ഒക്കെ ക്ലാസ് എടുക്കാൻ അങ്ങോട്ട് തെണ്ടി പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വെറുതെ ഇരുന്നാൽ എൻ്റെ കമ്പ്യൂട്ടറിൽ എന്നെ കാണാൻ ആൾക്കാർ വരും. ആദ്യത്തെ ദിവസം മുതൽ വരുമോ? വരില്ല. അപ്പൊ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് വരെ ചെയ്യുന്ന പണിയും എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ കിട്ടുന്ന പണിയും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതേ സമയത്ത് നിങ്ങളൊരു ജേർണലിസ്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു MBA സെയിൽസ് ആണെങ്കിൽ ജീവിതത്തിൽ അവസാനം വരെ ഇത് തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ MBA എടുത്തിട്ട് സെയിൽസും മാർക്കറ്റിംഗ് ഒക്കെയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ ഏതെങ്കിലും സ്വന്തം പ്രൊഡ്യൂസ് അല്ല, നിങ്ങൾ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ കമ്പനി നിങ്ങളെ വല്ലാണ്ട് പ്രഷറൈസ് ചെയ്യും. ഇത്ര ബഡ്ജറ്റ്, ഇത്ര സെയിൽസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോകും. അത് ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ള കുറേ ബേർഡൻസ് വരുന്നൊരു ജോലിയാണ്. അപ്പം നമ്മൾ ഓരോ ജോലിയെക്കുറിച്ചും പഠിക്കുമ്പോൾ അതിൻ്റെ സൂപ്പർഫിഷ്യലായിട്ടല്ല, അതിൻ്റെ ഡെപ്തിലേക്ക് പോവുക, എന്നിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതാണ് വേണ്ടത്. അപ്പോൾ എന്ത് പഠിക്കണം എന്ന് ചോദിച്ചാൽ ഗ്രാജുവേഷന് ഇപ്പം ഡു യു വാണ്ട് ടു ഡു എ BTech ഓർ ഡു യു വാണ്ട് ടു ഡു എ മെഡിക്കൽ, ഈ രണ്ടാണ് നോക്കേണ്ടത്. അല്ല ബേസിക് ഗ്രാജുവേഷൻ ഡിഗ്രി ആണോ ചെയ്യേണ്ടത്? അത് വിട്ടു. ഓക്കെ, ഞാൻ ചോദിച്ച 3 ചോദ്യം ചോദിച്ചാൽ താല്പര്യം ഉള്ളതാണ് പറയേണ്ടത്, താല്പര്യം ഇല്ലാത്തത് എന്തിനാ പറയണേ? യു ടെൽ മീ വാട്ട് ഈസ് ദാറ്റ് യു വാണ്ടഡ് ടു ഡു. അതാണ് ഞാൻ ചോദിച്ചത്, ആണോ അല്ലയോ? സോ ബി സ്പെസിഫിക്. ദിസ് ഈസ് വാട്ട് ഐ വാണ്ട്. എന്താ വേണ്ടത്? ഇപ്പൊ ഈ ബി പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടുമോ എവിടെയെങ്കിലും? അതെ, look at these options, have a clarity and then come back to me. Okay, plan A, plan B, plan C. ഇന്നതാണ് എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ ഇൻ മൈ ലൈഫ്. ഈ കോളേജിലൊക്കെയാണ് എനിക്ക് പോസിബിലിറ്റി. ഇതൊക്കെയാണ് ഞാൻ